السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ യൗമുൽ ജുമഅയിൽ ഈ പവിത്രമായ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സുഖലോക സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമുക്ക് പരിപൂർണമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉണർത്തുകയാണ്. യഅലമു, നിങ്ങൾ അറിയുക, അന്നമൽ ഹയാത്തുദ് ദുനിയ ലഗിബുൻ വലഹുൻ വസീനത്തുൻ, ഐഹികമായ ജീവിതം എന്നാൽ കളിയും വിനോദവും അഹങ്കാരവും പരസ്പരം ദുരഭിമാനം നടിക്കലും സമ്പത്തിലും സന്താനത്തിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നത്. ഏതുപോലെ കമസലിൽ അഅജബൽ കുഫാറ നബാതുഹു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുദാമൻ വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. അത് ഒരു മഴയെ പോലെയാകുന്നു. ഏതെല്ലാം? ഐഹികമായ ജീവിതം എന്നാൽ ആ ദുനിയാവിലുള്ള കളിയും വിനോദവും അഹങ്കാരവും പരസ്പരമുള്ള ആ ദുരഭിമാനം നടിക്കലും, അതുപോലെ സമ്പത്തിലും സന്താനത്തിലുമുള്ള പെരുപ്പം കാണിക്കലും. ഇതൊരു മഴയെ പോലെയാകുന്നു. ആ മഴയിലുണ്ടായ ചെടികൾ അത് കുറച്ചു കഴിയുമ്പോൾ അതിനാവശ്യമായ ജലം കിട്ടാതെ വരുമ്പോൾ അത് ഉണങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം അഅജബൽ കുഫാറ, സത്യനിഷേധികളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞു സുമ്മ യകൂനു ഹുദാമൻ വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. പിന്നീട് ഉണങ്ങുകയും അതിനാൽ മഞ്ഞ നിറം ബാധിക്കുകയും
ചെയ്ത് നിങ്ങൾക്കതിനെ കാണാനിടയാകുന്നതാണ്. നമ്മുടെ നാട്ടിലെല്ലാം പുല്ലുകളുണ്ട്, അതുപോലെ തന്നെ പല മരങ്ങളും നമുക്ക് കാണാനിടയാകുന്നതാണ്. എന്നാൽ ആ പുല്ലുകളും ആ മരങ്ങളും എല്ലാം, അതിലുള്ള ശിഖിരങ്ങളും ഇലകളെല്ലാം ആവശ്യമായ ജലം ചെല്ലാത്തതിന്റെ പേരിൽ, വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അത് ഉണങ്ങുന്നു. ഒരു മഞ്ഞ നിറം ബാധിക്കുകയും ചെയ്ത് അതിങ്ങനെ കരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാനിടയാകുന്നതാണ്. പിന്നീട് അത് ഖുർആൻ പറയുന്നത് നുരുമ്പിപ്പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും നമുക്കുണ്ട്. നാം നന്മ ചെയ്യുകയാണെങ്കിൽ വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് വഞ്ചന വിവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ദുനിയാവ് എന്നുള്ളത് അതൊരിക്കലും ശാശ്വതമല്ല എന്നത് നാം മനസ്സിലാക്കണം. ദുനിയാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച വസ്തുക്കളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ശേഷിച്ചതായി നമ്മുടെ ചരിത്രത്തിലുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ മുന്നിൽ നമുക്ക് മാർഗദൃഷ്ടിയായിട്ട് കാണിച്ചു വെച്ചിട്ടുള്ള ഫിർഔനിനെയാണ്. ഫിർഔനിനെ ഇന്ന് മ്യൂസിയത്തിൽ നമുക്ക് കാണാം. അവ വലിയ ധിക്കാരിയും അഹങ്കാരിയും താന്തോന്നിയൊക്കെ ആയിരുന്നു. പക്ഷേ ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് അവനെ വലിയ മാതൃകയാക്കാൻ വേണ്ടി, നീ ഒന്നും അങ്ങനെ കാണിക്കണ്ട, നീ എത്ര കാണിച്ചാലും ഇതാണ് നിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഫിർഔനിനെ ഇന്ന് മ്യൂസിയത്തിൽ ഇന്ന് അള്ളാഹു വെച്ചിരിക്കുകയാണ്. ഇത് മനുഷ്യൻ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. ദുനിയാവിൽ നീ എത്രത്തോളം അഹങ്കരിച്ചാലും എത്രത്തോളം ധിക്കരിച്ചാലും അതൊക്കെ ഒരു പരിധി വരെയുള്ളൂ. അതിന്റെ അപ്പുറത്ത് കടക്കാൻ സാധ്യതയില്ല. നമുക്ക് അല്ലാഹു ചെറിയ ആയുസ്സാണ് ദുനിയാവിൽ വെച്ചിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിന്റെ ആയുസ് 60ന്റെയും 70ന്റെയും ഇടയിലാണ്. ഈ 60ന്റെയും 70ന്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ എന്താണ്? അത് വലിയ ഓഫറുകളാണ്. അപ്പോൾ ഈ സമയങ്ങളിൽ നാം എന്തൊക്കെയോ സ്വരൂപിക്കാൻ പറ്റുമോ അതൊക്കെ സ്വരൂപിച്ച് നമ്മുടെ പാരത്രികമായ ജീവിതം നാം സന്തോഷത്തിലാക്കാനാണ് തയ്യാറാകേണ്ടത്. അല്ലാതെ ഈ ദുനിയാവിൽ കുറച്ച് ആള് ജീവിച്ചു, എനിക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു, ഇഷ്ടമുള്ളത് ചെയ്തു, സംസാരിച്ച് അങ്ങനെ പോകാമെന്ന് നമ്മൾ ആരും കരുതണ്ട. അങ്ങനെ കരുതിയവർക്കൊക്കെ അവസാനം നാശമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം. മഹാന്മാരെല്ലാം ഇതേ രീതിയിലുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിന്റെ മറ്റൊരിടത്ത് കാണാം, വമാ ഊതീതും മിൻ ശൈഇൻ ഫമതാഉൽ ഹയാത്തുദ് ദുനിയാ വസീനതഹാ വമതാഉൽ ഹയാത്തുദ് ദുനിയാ വസീനതുഹാ വമാ ഇൻദല്ലാഹി ഖൈറാ വഅബ്കാ അഫലാ തഅഖിലൂൻ. നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗവും അലങ്കാരവും മാത്രമാകുന്നു. കേട്ടോ, ഖുർആൻ പറയാണ്, നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിന്റെ സുഖഭോഗവും അലങ്കാരവും മാത്രമാണ്. എന്നിട്ട് ഖുർആൻ പറയാണ്, വമാ ഇൻദല്ലാഹി,
ആരുടെ അടുക്കലാണ് ഖൈർ? അല്ലാഹുവിന്റെ അടുക്കലാണ്. വഅബ്ക അഫലാ തഅഖിലൂൻ. അപ്പൊ അല്ലാഹുവിനുള്ളത് ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതുമാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുന്നത്. നമ്മോട് പരിശുദ്ധമായ ഖുർആൻ ഉണർത്തുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഞാൻ ബുദ്ധി തന്നിട്ടുണ്ട്, വിവേകം നൽകിയിട്ടുണ്ട്, ആരോഗ്യം നൽകിയിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് നൽകിയത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾ അതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് എത്രയധികം അനുഗ്രഹങ്ങളാ നൽകിയിട്ടുള്ളത്. ആ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നമ്മുടേതായ ഇഷ്ടാനുസരണം നാം പ്രവർത്തിക്കാനുള്ളതല്ല. നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, ഞാൻ ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച സുന്ദരനായ മുടിയുള്ള വെളുത്ത മുഖമുള്ള ഒരാൾ വന്ന് സലാം പറയാ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ശേഷം അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി എന്താ? നാം ശരിക്കും മനസ്സിലാക്കേണ്ടവരാണ്. എന്താണ് ദുനിയാവ്? അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, എന്താണ് ദുനിയാവ്? അപ്പോൾ അവിടെ നിന്ന് പറയാണ്, കിനാവ് പോലെയാണ് ദുനിയാവ് എന്നുള്ളത്. വീണ്ടും ചോദിക്കുന്നു, പരലോകമോ? ഒരു വിഭാഗം നരകത്തിലേക്കും മറുവിഭാഗം സ്വർഗത്തിലേക്കും. അവിടെ നിന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ സ്വർഗമോ? ദുനിയാവ് ഉപേക്ഷിക്കുന്നവന് പകരം ലഭിക്കുന്നത് സ്വർഗത്തിന്റെ വില ദുനിയാവിനേക്കാൾ ഏറ്റവും ഉത്തമമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, സ്വർഗം എന്നുള്ളത് ദുനിയാവ് ഉപേക്ഷിക്കുന്നവന് പകരം ലഭിക്കുന്നതാ. ദുനിയാവ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ദുനിയാവിന്റെ പിന്നാലെ ഇപ്പോൾ നമുക്ക് കാണാം, ഏതോ ഒരു നാട്ടിൽ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട്. ഏതോ ഒരു നാട്ടിൽ, ആ നാട്ടിൽ ഫുട്ബോൾ കളി നടക്കുന്നതിന്റെ പേരിൽ നാം ശരിക്കും ചിന്തിക്കണം. നമ്മുടെ നാടുകളിലെല്ലാം ലക്ഷങ്ങളും പതിനായിരങ്ങളും മുടക്കി ബാനറുകളും ഫ്ലക്സുകളും കെട്ടി നാം ഓരോ ഏരിയകളിലും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി രാത്രി അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എഴുന്നേറ്റ് സുന്നത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നമ്മളടങ്ങുന്ന ആളുകളും അതിനുവേണ്ടി സമ്പത്തും സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് സ്വർഗാണോ നരകാണോ? അഫലാ തഅഖിലൂൻ, ചിന്തിക്കണം. ഇന്നലെ ഒരു വ്യക്തി പറയാണ്, ഞാൻ 3 പാർട്ടിക്ക് പൈസ കൊടുത്തു. വലിയ ഡിമാൻഡിലും വലിയ സ്റ്റാൻഡേർഡിലെ പറയുന്നത്. പള്ളിക്കോ മദ്രസക്കോ വലിയൊരു സാധുവായ ഒരു കുട്ടിയുടെ ആവശ്യം പറഞ്ഞാൽ 10 രൂപ കൊടുക്കൂല. 10 രൂപ കൊടുക്കൂല. ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവഴിക്കാനും അതിന് കൂട്ടുനിൽക്കാനും നമ്മൾ തയ്യാറാവുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് സ്വർഗാണോ നരകാണോ നാം ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, സ്വർഗാണ്. ദുനിയാവ് ഉപേക്ഷിക്കുന്നവന് പകരം ലഭിക്കുന്നത് എന്താ? അത് സ്വർഗം. സ്വർഗത്തിന്റെ വില ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്. ദുനിയാവിനെ ഉപേക്ഷിക്കലാണ്, ദുനിയാവിന്റെ പിന്നാലെ സഞ്ചരിക്കലല്ല. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ദുനിയാവ് ഇങ്ങനെ വിശാലമാണ്, അതെല്ലാം വെട്ടിപ്പിടിക്കണം, അതിന്റെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഞാൻ അനുഭവിക്കണം എന്നുള്ള ഒരു തീരുമാനം ഒരിക്കലും പറ്റൂല. അതൊരിക്കലും ഒരു വിശ്വാസിയുടെ അടയാളവുമല്ല.
അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞത്. വീണ്ടും റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നരകമോ നബിയേ? ദുനിയാവ് തേടുന്നവന് പകരം ലഭിക്കുന്നതാണ്, ദുനിയാവ് തേടുന്നവന് പകരം ലഭിക്കുന്നതാണ് നരകം. ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമ കാര്യം എന്താണ് നബിയേ? വീണ്ടും റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന് വഴിപ്പെടലാണ്, അല്ലാഹുവിനെ അനുസരിക്കലാണ്. അല്ലാഹുവിനെ നമ്മൾ അനുസരിക്കണം. അതെങ്ങനെയാ അല്ലാഹുവിനെ അനുസരിക്കുന്നത്? ഞങ്ങളൊക്കെ അനുസരിക്കുന്നില്ലേ? മനുഷ്യ, നമ്മൾ എവിടെ അല്ലാഹുവിനെ അനുസരിക്കുന്നത്? അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഞാനും നിങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? അതിനെയൊക്കെ ലംഘിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നാം ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹുവിനെ വഴിപ്പെടൽ ഈ സമുദായത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം ഏതാ? അല്ലാഹുവിനെ വഴിപ്പെടൽ. ആ വഴിപ്പെടേണ്ട രീതിയിൽ അല്ലാഹുവിനെ വഴിപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് ദുനിയാവിൽ ഒരു പ്രയാസമോ ദുഃഖമോ അവന് അല്ലാഹു കൊടുക്കൂല. പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുകയാണ്. നാം മനസ്സിലാക്കേണ്ട കാര്യമാണത്. പിന്നെയോ വീണ്ടും ചോദിച്ചു, ദുനിയാവിൽ ഒരാൾ ജീവിക്കേണ്ടത് എങ്ങനെയാണ് യാ റസൂലല്ലാഹ്? ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, യാത്രാ സംഘത്തെ തേടുന്നവനെ പോലെയാണ്, യാത്രാ സംഘത്തെ തേടുന്നവനെ പോലെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്. വീണ്ടും ചോദിക്കുന്നു, എത്ര കാലം ദുനിയാവിൽ താമസിക്കാം? യാത്രാ സംഘത്തിൽ നിന്ന് പിന്തുന്ന സമയം. ഒരു യാത്ര നാം പോകുമ്പോൾ സ്ഥിരമായി യാത്ര നമ്മൾ ഇഷ്ടപ്പെടൂല. ആ യാത്ര പോകാൻ ആഗ്രഹിക്കും. അതാണ് ദുനിയാവിൽ ഒരാൾ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞത്. ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. എന്നാൽ ആ മനുഷ്യൻ വീണ്ടും എത്ര കാലം ദുനിയാവിൽ താമസിക്കാം? യാത്ര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭവനത്തിലേക്കല്ലേ വരുന്നത്. എന്നതുപോലെ യാത്രാ സംഘത്തിൽ നിന്ന് പിന്തുന്ന സമയമാണ്. ദുനിയാവിനും ആഖിറത്തിനും ഇടയിലുള്ള സമയം എത്രയാണ്? അതും റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു. കണ്ണ് ചിമ്മുന്ന സമയമാണ്. നമ്മുടെ കണ്ണിങ്ങനെ ചിമ്മുന്ന സമയമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുത്തു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ മനുഷ്യൻ പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഈ വന്നത് ആരാണെന്നറിയുമോ? ഇത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ദുനിയാവിൽ നിങ്ങളെ താല്പര്യം കുറയ്ക്കാൻ വേണ്ടിയും ആഖിറത്തിനെ കുറിച്ചുള്ള കൊതിപ്പിക്കാൻ വേണ്ടിയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിങ്ങൾ അടുക്കൽ വന്നതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതാകണം. ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദുനിയാവിന്റെ പിന്നാലെ നമ്മുടെ സമയങ്ങളെ നാം ചെലവഴിക്കുമ്പോൾ ഞാനും നിങ്ങളും പോയി കിടക്കേണ്ട ഖബറിൽ നമുക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. നാം വിചാരിക്കും, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്ക് രക്ഷയില്ല, നമുക്കൊരു വിജയവുമില്ല. കാരണം എന്താ? നിസ്കാരം നമ്മൾ സ്വീകരിക്കപ്പെടോ ഇല്ലേ അല്ലാഹു അഅലം. പക്ഷേ മറ്റുള്ള ഒരുപാട് നന്മകളുമായി നാം ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് വിജയം. അതിൽ ഏറ്റവും നല്ല കാര്യം അല്ലാഹു തന്ന സമ്പത്ത്, അല്ലാഹു തന്ന മക്കള്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ അവരിലേക്ക് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു ജീവിതം ഞാനും നിങ്ങളും കാഴ്ചവെക്കണം. അല്ലെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ നാം സമാധാനം പറയേണ്ടി വരും. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ, തിന്മയെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.